പാഞ്ചാല രാജ്യത്തിൻ്റെ ആക്രമണത്തിൽ ഒരു യുദ്ധമുണ്ടെന്ന് തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ യുദ്ധമില്ലെന്ന് പറയാനുള്ള കാരണം അതിൽ ഒരു ധർമാനുഷ്ഠാനത്തിൻ്റെ അടിസ്ഥാനം ഉണ്ടായിരുന്നു എന്നതാണ്. പിന്നെ ആ രാജ്യം അദ്ദേഹം തൻ്റെ സ്വന്തമായി എടുത്തുമില്ല. അത് പിന്നീട് നമുക്ക് വിശദീകരിക്കാം. യുദ്ധം ചെയ്യാനുള്ള അവസരം അരങ്ങേറ്റത്തിന് ശേഷം കിട്ടിയതിൻ്റെ ഉത്സാഹത്തിൽ കൗരവന്മാരും പാണ്ഡവന്മാരും പാഞ്ചാല രാജ്യത്തേക്ക് കിട്ടിയ തേരുകളിൽ കയറി അങ്ങ് പാഞ്ഞു. അപ്പോൾ ഏറ്റവും മുമ്പിൽ ദുര്യോധനനായിരുന്നു. വലിയ ഉത്സാഹിയാണ്. ഈ ഭൗതികമായ കർമ്മം ചെയ്ത് ജീവിതത്തെ വിജയിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരെല്ലാം ആരെ മാതൃകയാക്കണം? ദുര്യോധനനെ മാതൃകയാക്കണം. അങ്ങനെ ഭൗതിക കർമ്മം ചെയ്ത് വലിയ വ്യവസായിയായിട്ടുള്ള ആളുകളും, ഇപ്പോൾ റോക്ക്ഫെല്ലർ, കാർണഗി, ഇവരൊക്കെ ആ തരത്തിൽ പെടുന്നവരാണ്. എണ്ണ കമ്പനിയിലെ ക്ലർക്കായിരുന്നു കാർണഗി. ലോകത്തിലെ ഏറ്റവും വലിയ കോടീശ്വരനായിട്ട് അദ്ദേഹം മാറി. ഈ കർമ്മം ചെയ്യാനുള്ള അത്യുത്സാഹമാണ്. കർമ്മം ചെയ്ത് ലോകം പിടിച്ചെടുക്കുന്നതിൻ്റെ ഉദാഹരണമാണ് കാർണഗി. റോക്ക്ഫെല്ലറും അങ്ങനെ തന്നെ. എന്നിട്ട് ആ കർമ്മം ചെയ്ത് കിട്ടിയ ധനത്തിൽ നിന്നൊരു ഭാഗം അവരെന്ത് ചെയ്തു? ലോക സേവനത്തിന് വേണ്ടി നീക്കിവെച്ചു എന്നാണ് ലോകം ഭാവിക്കുന്നതും അവരുടെ ജീവിതകാരന്മാർ പറയുന്നത്. എന്തിനു വേണ്ടി ചെയ്തതാണ്? അവരുടെ യശസ്സിനെ നിത്യമാക്കുകയായിരുന്നു. അങ്ങനെ യശസ്സിനെ നിത്യമാക്കാനുള്ള ഒരു സ്വാർത്ഥത അതിൻ്റെ പിന്നിൽ ഉണ്ടെങ്കിൽ തന്നെയും അത് വലിയ ഒരു ധർമാനുഷ്ഠാനം തന്നെയാണ്. അങ്ങനെ ചെയ്തല്ലോ, അങ്ങനെ ചെയ്യാത്ത എത്രയോ ആളുകളുണ്ട്. അപ്പോൾ ഇദ്ദേഹം ആ കർമ്മോത്സാഹത്തോടുകൂടി, ദുര്യോധനൻ ആ കർമ്മോത്സാഹത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ തേരാണ് ഏറ്റവും മുൻപിൽ പാഞ്ഞത്. അതിൻ്റെ പിന്നാലെ അദ്ദേഹത്തിൻ്റെ അനുജന്മാർ, അതിൻ്റെ പിന്നാലെ പാണ്ഡവന്മാർ. എന്താണ്? ഈ ധർമ്മപുത്രരുടെ അനുവാദം കിട്ടിയാലേ പാണ്ഡവന്മാർ അനങ്ങും. ധർമ്മപുത്രരുടെ അനുവാദം വളരെ വളരെ സാവധാനത്തിലാണ്, വളരെ പതുക്കെയാണ്, വളരെ ആലോചിച്ചിട്ടാണ് അദ്ദേഹം തേരോടിക്കുന്നത് തന്നെ. എല്ലാ രംഗത്തും ഇത് കാണാം. ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്ന ഒരാളുടെ പ്രവർത്തന രീതിക്ക് മാതൃക ധർമ്മപുത്രനാണ്. അപ്പോൾ ഒരു ചോദ്യം വരാം. എന്താണ് ആ ചോദ്യം? ഈ ചൂതുകളിയിൽ ഈ ആലോചന കണ്ടില്ലോ, ചൂതുകളിയിലും ആലോചിച്ചതാണ്. പക്ഷേ ഒരിക്കലും ഒരു ക്ഷത്രിയൻ ഒരു വെല്ലുവിളികളെയും നേരിടാതെ വിടരുത്. അങ്ങനെ നേരിടാതെ വിടുന്നത് ഒരു ക്ഷത്രിയനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യാപരമാണ് എന്നതുകൊണ്ടാണ് ആ വെല്ലുവിളിയെ അദ്ദേഹം നേരിട്ടത്. അത് നേരിടേണ്ടതായിരുന്നു. അത് നേരിടാതിരുന്നുവെങ്കിൽ അത് നേരിടാതിരുന്നവൻ എന്ന ഭീരുത്വത്തിൻ്റെ പേരിൽ അദ്ദേഹം ശപിക്കപ്പെടുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹോദരന്മാരാൽ പോലും അത് നേരിട്ടത് കൊണ്ടാണ് ആ ഭാഗം നാം കാണാത്തത്. അപ്പോൾ ആലോചിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. ആലോചിച്ചിട്ട് തോന്നിയത് പ്രവർത്തിക്കുകയല്ല, ആലോചിച്ചിട്ട് ധർമ്മമാണെന്ന് ബോധ്യം വരുന്നത് മാത്രം പ്രവർത്തിക്കുന്നു. അധർമ്മമാണെന്ന് തോന്നിയാൽ അദ്ദേഹം ഉപേക്ഷിക്കും, അല്ലെങ്കിൽ ധൗമ്യനോട് ചോദിക്കും, കുലാചാര്യനോട്, അല്ലെങ്കിൽ കൃഷ്ണനോട് ചോദിക്കും, അതനുസരിച്ച് പ്രവർത്തിക്കും. ഇതാണ് അദ്ദേഹത്തിൻ്റെ രീതി. അപ്പോൾ അദ്ദേഹവും അനുജന്മാരും കൂടി തേരുകളിൽ പിന്നിൽ പോവുകയാണ്. ഇവർ പുറപ്പെടുന്ന വിവരം മുൻകൂട്ടി അറിഞ്ഞ, മൊബൈൽ ഫോണൊന്നും ഇല്ലായിരുന്നെങ്കിൽ തന്നെയും വിവരം ചാരന്മാർ മുഖേന മുൻകൂട്ടി അറിഞ്ഞ പാഞ്ചാലൻ ഇവർ ചെല്ലുമ്പോൾ ചതുരംഗ സൈന്യത്തോട് സന്നദ്ധനായിട്ട് നിൽക്കുകയാണ്. വാ നോക്കാം അരക്കൈ എന്നുള്ള നിലയിൽ അദ്ദേഹം നിൽക്കുകയാണ്. യുദ്ധത്തിൽ അതീവ സാമർഥ്യമുള്ളവൻ തന്നെയാണ്. ഈ വിദ്യയുടെ കാര്യത്തിലായിരുന്നു അദ്ദേഹം ഇത്തിരി പിന്നിൽ നിന്നിരുന്നത്. ആയോധന ധർമ്മത്തിൽ, ആയോധന നൈപുണ്യത്തിൽ അദ്ദേഹം അന്നത്തെ ഭാരതത്തിലെ ആരിലും പുറകിലായിരുന്നില്ല. ജരാസന്ധനോട് തുല്യനാണ്. ജരാസന്ധന് കടനിൽക്കുന്നയാളാണ്. മഗധവും പാഞ്ചാലവുമായിരുന്നു ഏറ്റവും കൂടുതൽ സൈനിക ശക്തി ഉണ്ടായിരുന്ന രാജ്യം. അപ്പോൾ അദ്ദേഹം ചതുരംഗ സൈന്യത്തോടുകൂടി ഇവരെ നേരിടാൻ സന്നദ്ധനായി നിന്നു. കുരുക്ഷേത്ര യുദ്ധത്തിൽ ഭാവിയിൽ പയറ്റുമായിരുന്ന, അല്ലെങ്കിൽ പയറ്റിയ എല്ലാ ആയോധന വിദ്യകളും ആ യുദ്ധക്കളത്തിൽ ഇവർ പരീക്ഷിക്കുകയാണ്. യുദ്ധത്തിൽ കൗരവന്മാർ തോറ്റു എന്ന് മാത്രമല്ല, നിൽക്കക്കള്ളിയില്ലാതെ പിന്തിരിഞ്ഞോടിയെന്ന് മാത്രമല്ല, ആ യുദ്ധക്കളത്തിൻ്റെ പുറത്തു പോലും അവർ നിന്നില്ല. അവർ ജീവനം കൊണ്ട് ഹസ്തിനാപുരിയിലേക്ക് പാഞ്ഞു. കൗരവരും കൊണ്ടുവന്ന സൈന്യവും. ഇവിടെ 105 പേരായിട്ടല്ല അല്ലേ അവർ, 100ഉം 5ഉം ആയിട്ട് തന്നെയായിരുന്നു പോയത്. അതെ, കാരണം ഈ വിഭജനം ഉണ്ട്. 5 പേര് പിന്നിലാണ്. വിഭജനമുണ്ട് ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ തന്നെയും. നമ്മുടെ മുന്നണി പോലെയാണ്. ഒറ്റ സർക്കാരാണ്, പക്ഷേ 10-24 മുന്നണികൾ കൂടിച്ചേർന്നതാണ്, അല്ലെങ്കിൽ ആവോളം മുന്നണികൾ കൂടിച്ചേർന്നതാണ്, അല്ലെങ്കിൽ 5-8 മുന്നണിയെങ്കിലും കൂടിച്ചേർന്നതാണ്.
അപ്പോൾ മുന്നണിയിലെ ഘടകകക്ഷികളുടേതായ ചെറിയ താല്പര്യം വേറെ ഉണ്ടാകും. അതുകൊണ്ട് ഗവൺമെൻറ് എല്ലാ പരിപാടികളിലും അവർ ഉത്സാഹം കാണിക്കില്ല. അതവർ നടത്തട്ടെ എന്ന് വിചാരിക്കും. ഇവിടെ ആ വിചാരം കൊണ്ടല്ല, പിന്നെ എന്താണ്, ഇവരുടെ അത്യുത്സാഹം കണ്ടപ്പോൾ അത്യുത്സാഹം കൊണ്ട് അവർ ജയിക്കണമെങ്കിൽ ജയിക്കട്ടെ, ആ കീർത്തി അവർക്ക് ഇരിക്കട്ടെ. അല്ല, അതിനകത്ത് പിന്നെ പ്രത്യേകിച്ച് ദുഷ്ടതയൊന്നും ഉണ്ടായിരുന്നില്ല പാണ്ഡവന്മാർക്ക്. അല്ലേ, ആചാര്യൻ്റെ ആജ്ഞ പാലിക്കുന്നതിൽ പോലും ധർമ്മപുത്രർക്ക് എന്താണ് ഈ ഒരു ആലോചന? അത് അഭിലഷണീയമായ അഭിലഷണീയമാണ്. ആചാര്യൻ പറഞ്ഞാൽ അനുസരിച്ചോളണമെന്നല്ല വേദങ്ങളുടെ അനുശാസനം. ആചാര്യൻ പറഞ്ഞത് ധർമ്മമാണെങ്കിൽ അനുശാസിച്ചാൽ മതി. അതുകൊണ്ടാണ് ആചാര്യന്മാരെ കൊന്നിട്ടുണ്ട്. ഈ യുദ്ധത്തിൽ തന്നെ ആചാര്യനെ കൊല്ലുകയല്ലേ, വരാൻ പോകുന്ന കുരുക്ഷേത്ര യുദ്ധത്തിൽ ആചാര്യന്മാരെയാണ് കൊല്ലുന്നത്. ഇവരിൽ പലരും, കൃപര് പിന്നെ ചിരഞ്ജീവിയാണ്, അതുകൊണ്ട് അദ്ദേഹത്തെ കൊല്ലാൻ സാധ്യമല്ല, മരണമില്ല അദ്ദേഹത്തിന്. അതുകൊണ്ടാണ് പ്രധാന ആചാര്യനെ കൊന്നുകളഞ്ഞിൽ. അത് കൊന്നത് ശിഷ്യൻ തന്നെയാണ്, പ്രധാന ശിഷ്യന്മാരിൽ ഒരാളാണ് ധൃഷ്ടദ്യുമ്നൻ. അപ്പോൾ ആചാര്യനെ കൊല്ലാൻ പാടില്ലെന്നില്ല. ആചാര്യൻ ധർമ്മം പാലിക്കുന്നവനല്ലെങ്കിൽ, ഇപ്പോൾ ഒരാൾക്ക് ഒരു വിദ്യ അറിയാം പക്ഷെ ധർമ്മിഷ്ഠനല്ല എന്നൊന്നല്ല, അയാളെ കൊല്ലാനാണ് പ്രാചീന ഭാരതം പറയുന്നത്. ഇന്ന് അത് സാധ്യമല്ലെങ്കിലും, ഇന്നത് സാധ്യമാവാനും പാടില്ല. പക്ഷെ അന്നത്തെ രീതി അനുസരിച്ച് ആചാര്യനെ നിഹനിക്കാം. ആചാര്യൻ പറയുന്ന ധർമ്മം അല്ലെങ്കിൽ അതനുസരിക്കേണ്ടതുമില്ല. അല്ല, ദ്രോണരുടെ ധർമ്മബോധത്തെക്കുറിച്ച് ധർമ്മപുത്രർക്ക് തുടക്കം മുതലേ സംശയമുണ്ടായിരുന്നു എന്നാണോ? ഇല്ല, സംശയം ഉണ്ടായിരുന്ന സൂചനയില്ല. എന്നാലും ആലോചിക്കും. കാരണം പെട്ടെന്ന് കയറി അബദ്ധം ചെയ്യരുതല്ലോ, അതുകൊണ്ട് ആലോചിച്ചേ പ്രവർത്തിക്കൂ. അത് വിതുരൻ പറഞ്ഞാലും അദ്ദേഹം ആലോചിച്ചേ പ്രവർത്തിക്കൂ. ഭഗവാൻ പറഞ്ഞാൽ മാത്രമാണ്. എന്താണ് ഭഗവാൻ പറഞ്ഞാൽ ആലോചിക്കാത്തത്? അതീതനാണ്. ധർമാധർമ്മങ്ങൾ ശരിക്ക് കാണാൻ സാധിക്കുന്ന ആളാണ്. ഒരു പക്ഷത്തോടും അദ്ദേഹത്തിന് പ്രത്യേകിച്ച് താല്പര്യമില്ല. നമുക്ക് അദ്ദേഹത്തിന് പാണ്ഡവരുടെ പക്ഷത്തോട് താല്പര്യമുണ്ടെന്ന് തോന്നുമെങ്കിലും അർജുനന് പ്രിയപ്പെട്ടവനാണെന്ന് പറയുകയും ചെയ്യും. അർജുനന് പ്രിയപ്പെട്ടവനാണെന്ന് പറയുന്നത് കൊണ്ടൊന്നും കാര്യമില്ല. അത് പ്രിയമുണ്ട്, അതുകൊണ്ടത് പറയും. പക്ഷേ ആ ഭൗതികമായ പ്രിയത്തിനും അപ്പുറത്താണ് ഭഗവാൻ നിൽക്കുന്നത്. അതായത് ലോക ജീവിതം, മനുഷ്യരുടെ ലൗകിക ജീവിതം അവസാനിക്കുന്നതിൻ്റെ സീമയിൽ നിന്നാണ് ഭഗവാൻ കൃഷ്ണൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികളെ നമുക്ക് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട് വരുന്നത്, ക്ലേശം വരുന്നത്. ഒരു ഗ്രഹണ ക്ലേശം ഭഗവാനെ സംബന്ധിച്ച് ആര് സംസാരിക്കുമ്പോഴും കണ്ടിട്ടുണ്ട്. എന്താണ് അതിന് കാരണം? മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നിടത്ത് നിന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം തുടങ്ങുന്നു. അതൊരു വലിയ പ്രത്യേകതയല്ലേ. ഇപ്പോൾ വിവാഹം കഴിച്ചപ്പോൾ തന്നെ 8 വിവാഹം കഴിച്ചു നേരിട്ട്. ഇത് നമുക്ക് സാധാരണഗതിയിൽ മനസ്സിലാക്കാൻ പറ്റുമോ? എന്നിട്ട് പിന്നെ ഋഷിമാരെല്ലാം അദ്ദേഹത്തെ വാഴ്ത്തിയിരിക്കുന്നതോ അദ്ദേഹം യോഗീശ്വരനാണ് എന്ന് പറഞ്ഞിട്ടാണ് വാഴ്ത്തിയിരിക്കുന്നത്. യോഗീശ്വരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വികാരങ്ങളൊന്നും ഇല്ലാത്തവനോ, അല്ലെങ്കിൽ ജന്മനാ വികാരമില്ലാത്തവനല്ല, വികാരങ്ങളെല്ലാം നിയന്ത്രിച്ചിട്ട് വികാരങ്ങളില്ലാതെ തീർന്ന സമചിത്തതയുള്ളവൻ, വൈകാരികോ ഉപരതി നേടിയവൻ എന്നാണ് അർത്ഥം. അപ്പോൾ വൈകാരികമായ ഉപരതി, ചിത്തോപരമം സാധിച്ച യോഗീശ്വരനായ ഒരു വ്യക്തി 8 വിവാഹം കഴിക്കുക എന്ന് പറയും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെടും? ഈ പൊരുത്തമില്ലായ്മ മഹാഭാരത പഠനത്തിൽ, മഹാഭാരതം പഠിക്കുന്ന ഒരു സാധാരണ പഠേതാവിന് പ്രതിബന്ധമാണ്. ഈ ഭഗവാൻ പറഞ്ഞാൽ മാത്രം അദ്ദേഹം ആലോചിക്കാതെ അനുസരിക്കും എന്ന് പറഞ്ഞു. പക്ഷേ നുണ പറയാൻ പറഞ്ഞപ്പോൾ മാത്രം അനുസരിച്ചില്ല. അത് നമ്മൾ പിന്നീട് ചർച്ച ചെയ്തത്. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞാൽ അവിടെ വരുമ്പോൾ ആ പ്രസക്തി അനുസരിച്ച് ചർച്ച ചെയ്യാൻ വയ്യാതെ വരും. ഈ കൃഷ്ണൻ്റെ ഈ ദ്വന്ദ്വാതീത അവസ്ഥ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ യുദ്ധസമയത്ത് ഈ ദിവ്യ ചക്ഷുസ് അർജുനന് കൊടുത്തു എന്ന് പറയുന്നതിലെ ഉദ്ദേശം. അല്ലെങ്കിൽ നമുക്ക് ദിവ്യം ദദാമി ചക്ഷു എന്ന് ഭഗവത്ഗീത പറയുന്നത് ഈ വിശ്വരൂപത്തിൻ്റെ ദർശനം ഗ്രഹിക്കാനാണ്. അത് ആ സമയത്തേക്ക് മാത്രമുള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ അത് പോവുകയും ചെയ്തു. അല്ല, ഞാൻ ചോദിച്ചത് കൃഷ്ണനെ സാധാരണ ഒരു വ്യക്തിയെ ഗ്രഹിക്കുന്നത് പോലെ മനസ്സിലാക്കാൻ സാധിക്കുന്നതിനും അതിനൊക്കെ അപ്രാപ്യനാണ് കൃഷ്ണൻ. അപ്പോൾ കൃഷ്ണനെ മനസ്സിലാക്കണമെങ്കിൽ ഈ ദിവ്യചക്ഷുസിലൂടെ മാത്രമേ സാധിക്കുള്ളൂ എന്നായിരിക്കില്ലേ? അത്രേ സാധിക്കുള്ളൂ. ഈ ഒരു നേരത്തെ പറഞ്ഞ 8 വിവാഹം കഴിച്ചു പരിമിതികൾ, മനുഷ്യന്റെ ബുദ്ധിയുടെ പരിമിതികൾ, അത് നമുക്ക് വിശ്വസിക്കാൻ പ്രയാസമുള്ളതാണ്. അനുഭവം വന്നാലേ അത് വിശ്വസിക്കുകയുള്ളൂ. അനുഭവം വന്ന ചില ആളുകൾ പോലും അത് പുറത്തു പറയില്ല. അത് പറഞ്ഞാൽ ഞാൻ പുരോഗമനവാദിയല്ല എന്ന് ജനങ്ങൾ ധരിച്ചാലോ എന്ന് സംശയിച്ചിട്ട് അത് പറയാതിരിക്കും. അതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ദൈവനിഷേധത്തിൻ്റെ പിന്നിൽ പലപ്പോഴും എന്തുണ്ടാകും? ഒരു പുരോഗമനവാദിയാണ് എന്ന് ജനങ്ങളെ കബളിപ്പിക്കാനുള്ള ഒരു വാസനയും
അതിൻ്റെ പിന്നിലുണ്ട്. അപ്പോൾ ഭഗവാനെ കാണണമെങ്കിൽ ദിവ്യമായ ചക്ഷുസ് വേണം. ഈ ദിവ്യമായ ചക്ഷുസ് എന്ന് പറയുന്നത് മനുഷ്യന് സിദ്ധിക്കാത്ത ഒന്നല്ല. അതിൻ്റെ മനുഷ്യന് ഉന്നതമായ കാര്യം, ഇപ്പോൾ പ്രപഞ്ചത്തെ സംബന്ധിച്ച് ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്ന ആളായിരുന്നു ഐൻസ്റ്റീൻ എന്ന് പറയുമ്പോൾ കാര്യം വ്യക്തമാവും. സ്റ്റീഫൻ ഹോക്കിങ്ങിന് ശാസ്ത്രത്തെ സംബന്ധിച്ച ദിവ്യ ചക്ഷസ് ഉണ്ടായിരുന്നു. കെപ്ലർക്ക് ശാസ്ത്രത്തെ സംബന്ധിച്ച ദിവ്യ ചക്ഷുസ് ഉണ്ടായിരുന്നു. പ്രപഞ്ച പഠനത്തിൽ അദ്ദേഹം ഒരു ദിവ്യ ചക്ഷുസായിരുന്നു. അതാണ് ഈ അന്തർജ്ഞാനം, ഇൻറ്റ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാത്തവർക്ക് അത്രയും വരാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ഓസ്ട്രോഫിസിക്സിൽ ഗവേഷണം നടത്തുന്ന ആളുകൾക്ക് നീൽ ബോറിൻ്റെ അത്രയും ഉയരാനൊക്കില്ല, ഷ്രൂഡിംഗറുടെ അത്രയും ഉയരാനൊക്കില്ല. കാരണം അവർക്കൊക്കെയും ശാസ്ത്രത്തിൻ്റെ ദിവ്യ ചക്ഷുസ് കിട്ടിയവരായിരുന്നു. എന്ന് വെച്ചാൽ അതീതമായ ഒരു ബുദ്ധിശക്തിയും ഗവേഷണത്തിനുള്ള പാഠവും അവർക്ക് ജന്മസിദ്ധമായിരുന്നു. അത് മറ്റുള്ളവർക്ക് കേവലമായിട്ട് ശാസ്ത്രം പഠിക്കുന്നവർക്ക് സമാർജിക്കാൻ സാധിക്കുന്ന ഒരു ആർജിത ശ്രേഷ്ഠതയല്ലത്, ഒരു അനാർജിത സിദ്ധമായ ശ്രേഷ്ഠത വലിയ ശാസ്ത്രജ്ഞന്മാർക്ക് അവരുടെ ശാസ്ത്രത്തിൻ്റെ മികവിൽ ഉണ്ടായിരുന്നു. അതേ നമുക്ക് മഹാഭാരതത്തിലെ വർണ്ണനയുടെ ആഖ്യാനത്തിൻ്റെ തന്ത്രമനുസരിച്ച് എന്ത് പറയാം? ദിവ്യ ചക്ഷുസ് എന്ന് പറയാം. ഇപ്പോൾ ഐൻസ്റ്റൈനെ പോലെ ഒരു ശാസ്ത്രജ്ഞനെ വ്യാസൻ മഹാഭാരതത്തിൽ അവതരിപ്പിച്ചാൽ, അല്ലെങ്കിൽ പുരാണങ്ങളിൽ അവതരിപ്പിച്ചാൽ എന്തായിരിക്കും പറയുക? ഐൻസ്റ്റൈൻ ദിവ്യ ചക്ഷുസ്സുള്ള ആളായിരുന്നു എന്നാണ്. അല്ലാതെ അത് അന്ധവിശ്വാസപരമായ ഒരു വിശ്വാസമല്ല. ഒരു പ്രത്യേകതയെ, ഒരു സവിശേഷതയെ, ഒരു അതീത ബുദ്ധിശക്തിയെ, ശാസ്ത്രത്തിൻ്റെ എല്ലാ വശങ്ങളെയും കവർന്നെടുക്കാനുള്ള ഒരു ബുദ്ധിശക്തിയെ അലങ്കാരത്തിൻ്റെ ഭാഷയിൽ, വേറൊരു വാക്ക് പറഞ്ഞാൽ മെറ്റോണിമിയുടെ ഭാഷയിൽ, അല്ലെങ്കിൽ മെറ്റഫറിൻ്റെ ഭാഷയിൽ, മെറ്റഫോറിക് ലാംഗ്വേജിൽ, അതിനെ തന്നെയാണ് എന്ത് പറയുന്നത്? ലിംഗ്വിസ്റ്റിക് ക്രിറ്റിസിസത്തിൽ മെറ്റാ ലാംഗ്വേജ് എന്ന് പറയുന്നതിനെ തന്നെയാണ് ഒരു മെറ്റാ ലാംഗ്വേജ് കൊണ്ട് അവതരിപ്പിക്കുക. അപ്പോൾ ദിവ്യ ചക്ഷുസ് എന്ന് പറയുന്നത് എന്താണ്? മെറ്റ ലിംഗ്വിസ്റ്റിക്സിൻ്റെ ഭാഷയാണ്. അതിന് ശാരീരികമായ ഒരു അർത്ഥമില്ല. ശാരീരികമായ അർത്ഥമേ ഇല്ല അതിന്. കാരണം ഈ വിശ്വരൂപം എന്ന് പറയുമ്പോൾ ഈ ദിവ്യ സൂര്യ സഹസ്രാണം എന്നൊക്കെ പറയുന്ന ഒരു ശാരീരികമായ അർത്ഥങ്ങളേ ഇല്ല. ഇതൊന്നും സാധാരണഗതിയിൽ കൃഷ്ണനിൽ നമ്മൾ കാണുന്നുമില്ല. കൃഷ്ണ എന്നല്ലേ അർജുൻ വിളിക്കുന്നു. അങ്ങനെ ഉണ്ടെങ്കിൽ അത് വിളിക്കാൻ തോന്നുന്നില്ല. അങ്ങനെ ഒരാളാണ് എന്ന് ധരിച്ചാൽ അതൊരു ശാരീരികമായ സിദ്ധിയാണെങ്കിൽ അങ്ങനെ അത് ആവശ്യമുള്ള സമയത്ത് വരുന്ന സാധനമാണ്. അല്ലാത്തപ്പോൾ സാധാരണമാണ്. അചാപഹാസാർത്ഥമസത്കൃതോസി വിഹാരശയ്യാസന ഭോജനേഷു ഏകോധവാപ്യച്യുത തത്സമക്ഷം തച്ഛാമയേ ത്വാമഹമപ്രമേയം എന്ന് തോന്നുന്നത് ഈ വിശ്വരൂപം കാണിക്കുന്ന സമയത്താണ്. അതിനൊന്നും തോന്നുന്നില്ല. തച്ഛാമയേ, അങ്ങയുടെ കൂടെ ഇരുന്ന് ഞാൻ കളിവർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അങ്ങയുടെ കൂടെ ഉണ്ടിട്ടുണ്ട്, അങ്ങയുടെ ആസനത്തിൽ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്, അങ്ങയോടൊപ്പം ഇരുന്നിട്ടുണ്ട്. ഇതൊക്കെ തെറ്റായിരുന്നു. തച്ഛാമയേ ത്വാമഹമപ്രമേയം. അതെല്ലാം ക്ഷമിക്കണം. കാരണം ആർക്കും അളക്കാൻ വയ്യാത്ത അതീതമായ വൈഭവത്തോടു കൂടി ആളാണങ്ങ് എന്ന് ഞാൻ അറിയുന്നു. ഹേ കൃഷ്ണ, ഹേ യാദവ, ഹേ സഖേതി എന്നൊക്കെ വിളിച്ചു പോയിട്ടുണ്ട്. കൃഷ്ണ എന്ന് വിളിച്ചിട്ടുണ്ട്, വംശപ്പേര് പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. അജാനതാമഹിമാനം തവേദം. ഇതൊക്കെ അങ്ങയുടെ ഈ മഹാത്മാവ് ഈ പ്രപഞ്ചത്തിനെല്ലാം, ധർമാധർമ്മങ്ങൾക്കെല്ലാം, പരിമിതികൾക്കെല്ലാം അതീതനായി നിൽക്കാനുള്ള അങ്ങയുടെ ബുദ്ധിശക്തി, ധൈഷണിക വൈഭവം, പ്രജ്ഞാ വൈഭവം, മേധാപരമായ ഔന്നത്യം എനിക്ക് അറിഞ്ഞുകൂടാതിരുന്ന സമയത്ത് തോന്നിപ്പോയതാണതെല്ലാം. അജാനതാമഹിമാനം തവേദം എന്ന് പറയും. തസ്മാത് പ്രണമ്യ പ്രണിധായ കായം. അതുകൊണ്ട് ഞാൻ എൻ്റെ ശരീരം ഒരു ദണ്ഡം പോലെ ആക്കിയിട്ട് അങ്ങയുടെ മുമ്പിൽ നമസ്കരിക്കുന്നു. ഇത് പിന്നെയും മറന്നുപോകും. അപ്പോൾ മാത്രമേ താൽക്കാലികമായിട്ട് മാത്രമേ ആ അദ്ദേഹത്തിൻ്റെ ദിവ്യതയെക്കുറിച്ചുള്ള, അസാധാരണത്വത്തെക്കുറിച്ചുള്ള ബോധം അർജുനന് നിൽക്കുന്നുള്ളൂ. അങ്ങനെയാണ് സാധാരണ ജീവിതത്തിൽ. ഇപ്പോൾ നമ്മളുടെ കൂടെ ഒപ്പം ഇരുന്ന് സംസാരിക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ അനന്തമായ ഗ്രാഹ്യമുള്ള ആളുകളെ സംബന്ധിച്ച് അവരത് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും.